ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഉമ്മു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താണ് എല്ലാവരുടെ വിശേഷം? സുഖമല്ലേ എല്ലാവർക്കും? അപ്പോൾ നമുക്കിന്ന് ഹെൽത്തി ആയിട്ടുള്ള ഷമാം ഷെയ്ക്ക് ചെയ്യാം അല്ലേ? അതിന് ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് 1/2 ലിറ്റർ പാലൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഞാൻ 250 ml കപ്പിൽ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയും ഇട്ട് കൊടുത്ത് അടുപ്പത്ത് വെച്ച് നല്ലപോലെ ഇളക്കിയൊക്കെ യോജിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇത് തിളക്കുന്നതിന് മുൻപ്, അതായത് നന്നായിട്ട് ചൂടായി തിളക്കാൻ ആകുന്നൊരു സമയമുണ്ടല്ലോ, ആ സമയത്ത് 1 മണിക്കൂർ മുമ്പ് ഞാൻ സാബൂനരി വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചിട്ടുണ്ട്. അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനൊരു പാത്രത്തിലേക്ക് കസ്റ്റാർഡ് പൗഡർ 2 ടേബിൾ സ്പൂൺ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഒട്ടും കട്ടകളില്ലാണ്ട് നന്നായിട്ട് തന്നെ ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ അടുപ്പത്തിട്ട് സാബൂനരിയൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഒരു 3 മിനിറ്റൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് തന്നെ വെന്തൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് ഞാൻ നമ്മളുടെ കസ്റ്റാർഡ് പൗഡർ നമ്മൾ കലക്കി വെച്ചില്ലേ, അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി കൈ എടുക്കാതെ നല്ല പോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം. എന്ന് വെച്ചാൽ അടിയൊക്കെ പിടിക്കാൻ സാധ്യതയുണ്ട് ഈ സമയത്ത്. ഇപ്പോൾ ആവശ്യത്തിന് കുറുകിയൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ അടുപ്പത്തു നിന്ന് ഇറക്കി നല്ലപോലെ ചൂടാറിയതിന് ശേഷം ഫ്രീസറിൽ 1 മണിക്കൂർ സെറ്റ് ആവാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ, നന്നായിട്ട് തണുത്ത് വരാനായിട്ട്. പിന്നെ ഒരു ഷമാം എടുത്ത് അതിൻ്റെ തോലൊക്കെ കളഞ്ഞ് കുരുവൊക്കെ കളഞ്ഞിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് അതിലേക്ക് പാലൊഴിച്ച് കൊടുത്ത് നല്ല പോലെ തന്നെ അത് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫ്രീസറിൽ സെറ്റ് ആവാൻ വെച്ചില്ലേ പാലിൻ്റെ ഒരു സാബൂനരിയുടെ ഒക്കെ ഒരു കൂട്ട്, അതിലേക്ക് നമ്മൾ അടിച്ചെടുത്ത ഷമാമും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ല പോലെ എല്ലാം കൂടി ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം കേട്ടോ. കണ്ടില്ലേ, ഈ ഒരു പരുവത്തിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി അതിൻ്റെ മേലെ കുറച്ച് ഈത്തപ്പഴവും കുറച്ച് അണ്ടിപ്പരിപ്പും ട്യൂട്ടി ഫ്രൂട്ടിയും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെൻ്റെ കയ്യിലുണ്ടായിരുന്നത് കൊണ്ട് ഇട്ടതാണ്. നിങ്ങളുടെ കയ്യിൽ എന്താണോ നട്ട്സുകളുള്ളത് അത് ഇട്ടാൽ മതി കേട്ടോ. പിന്നെ മധുരം വേണമെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ ഷമാം അടിച്ചില്ലേ ആ സമയത്ത് വേണമെങ്കിൽ മധുരം ഇട്ട് കൊടുക്കുക. ഞാൻ ഈ ഒരു മധുരത്തിൽ തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഷമാം ഷെയ്ക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ നോമ്പിന് ദാഹത്തിനും ക്ഷീണത്തിനും ഒക്കെ ഏറ്റവും നല്ലതാണ്. അപ്പം നിങ്ങളെല്ലാവരും വീട്ടിൽ ഇതേപോലെ തന്നെ ചെയ്തു നോക്കണം. എന്നിട്ട് ഇതിൻ്റെ അഭിപ്രായം കമൻറ്റിലൂടെ എന്നെ അറിയിക്കുകയും വേണം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എന്നെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ്. എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.